2024 കഴിഞ്ഞ് ന്യൂ ഇയറും സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഈ വിഷൻ ബോർഡൊക്കെ ഡിസംബർ ലാസ്റ്റിന് ഉണ്ടാക്കി കഴിഞ്ഞു. എന്താ ചെയ്യുക, എനിക്കിപ്പോഴാണ് നേരം കിട്ടുന്നത്. അത് പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിഷൻ ബോർഡ്. ഞാൻ വിചാരിച്ചത് കാർഡ്ബോർഡിൽ സെറ്റ് ചെയ്യുന്നു. ചാർട്ട് ഒട്ടിക്കാന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെ ചാർട്ട് ആകാൻ പോകാൻ മടിയുണ്ട് A4 ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ കാർഡ്ബോർഡ് വെട്ടി വന്നപ്പോൾ A5 അല്ല, എന്നാൽ A4 അല്ലാത്തൊരു സൈസിലാട്ടോ വന്നത്. അപ്പം ഞാൻ 2 A4 ഒരുമിച്ച് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ ബുക്കൊക്കെ നമ്മൾ പൊതിയൂലേ, അതേപോലെ 4 സൈഡും കട്ട് ചെയ്തിട്ട് അതങ്ങ് പൊതിഞ്ഞു കൊടുത്തു. അപ്പം നല്ല നീറ്റായി. എന്നിട്ട് ആ ബാക്കിൽ വൃത്തിയോട് മാറാൻ വേണ്ടിയിട്ട് വേറൊരു A4 പകുതിയൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അപ്പം നമ്മൾ നേരത്തെ ഒട്ടിച്ച ആ വൃത്തിയോടൊക്കെ ഒന്ന് മാറി കിട്ടും. അങ്ങനെ നമ്മളെ ബേസിൻ്റെ പരിപാടി തീർന്നു. ഇനി ഞാൻ ഇത് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ട് എത്ര ദിവസമായി എന്നറിയോ? ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോഴാണ് നേരം കിട്ടണത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ മലമറിക്കുന്ന പരിപാടിയുണ്ട്. ഒന്നുമില്ല, വെറുതെ മടി. അതാണ് മെയിൻ പ്രശ്നം. എന്തെങ്കിലും ഒരു പരിപാടി നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചാൽ പിന്നെ എന്താണ് അവസ്ഥ? ഇന്ന് നാളെ തോന്നിട്ട് അത് ഇങ്ങനെ നീണ്ടു. പിന്നെ ഞാൻ വിചാരിച്ച് ജനുവരി 7 ഇനി നീട്ടി വെച്ചാൽ പിന്നെ ഇത് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. എന്തായാലും വർഷം തുടങ്ങിയില്ലേ ഉള്ളൂ, അപ്പം പിന്നെ നമുക്ക് ചെയ്യാം. എനിക്ക് വേണ്ട തീം ക്യാൻവയിൽ ഇട്ടിട്ട് A3 ഷീറ്റിൽ ഞാൻ സെറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് 300 GSM അത് പ്രിന്റ് ചെയ്തു. ക്യാൻവയിൽ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലിട്ടിട്ട് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് അങ്ങനെ തന്നെ ഫ്രെയിം ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ, എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് വേറൊരു ബേസിക്ക് മാറ്റുക ചെയ്യണത്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒട്ടിക്കാമല്ലോ. ഇതിലിപ്പോൾ എന്തൊക്കെ ആഡ് ചെയ്തതെന്ന് ഞാൻ പറയണില്ല, കാരണം വിഷൻ ബോർഡിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയണതല്ലേ. നമ്മൾ ഓരോരുത്തരെ വിഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും അതുണ്ടാവുക. നമ്മളിപ്പോൾ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ പുതുതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ വിഷൻ ബോർഡിൽ ഉണ്ടാവുക. ഈ കട്ട് ചെയ്തെടുക്കലാണ് വലിയൊരു ചടങ്ങ്. തീരണില്ല. ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തീരുന്നു. ഇവിടെ കുറേ സമയം എടുത്തു തീരാൻ. അങ്ങനെ ഒരുവിധം ഞാൻ വേണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടെ നമുക്ക് ആ ബേസിൽ ഒട്ടിച്ചെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ലേ ഔട്ട് ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ വിഷൻ ബോർഡാണ്, അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്യാം. ഈ വിഷൻ ബോർഡിൽ വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രിൻ്റ് എടുക്കണം തന്നെ ഒന്നുമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു A4 അല്ലെങ്കിൽ ഒരു സ്കെച്ച് ബുക്കിൻ്റെ പേജിലോ ഒക്കെ നമുക്ക് വരച്ചിട്ടോ എഴുതിയിട്ടോ അങ്ങനെ ക്യൂട്ട് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഇത് ചെയ്യാം കേട്ടോ. ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്താലും മതി. അങ്ങനെ നമ്മൾ വിഷൻ ബോർഡിൻ്റെ പരിപാടി ഇത് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യൂട്ട് ഫ്ലവേഴ്സൊക്കെ അവിടെ ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഇങ്ങനെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കണം. അപ്പം ഇനി ഉണ്ടാക്കാത്ത ആൾക്കാർ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞില്ല, ഇനി എന്ത് വിഷൻ ബോർഡ് എന്ന് വിചാരിച്ചിരിക്കേണ്ട. ജനുവരി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒട്ടും വൈകിട്ടില്ല, ധൈര്യമായിട്ട് ഉണ്ടായിക്കോളി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.